ബ്ലൂ ലോക്ക് എന്ന ആനിമയിലെ സീസൺ 2 ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ റീസെൻ്റ്ലി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആനിമയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം കണ്ടത്. സീസൺ 1 കണ്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് ഇത് കണ്ടാൽ മതി. നമുക്ക് കൂടുതൽ ചളാക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇനി ബ്ലൂ ലോക്ക് ജപ്പാനിലെ അണ്ടർ-20 ടീമുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് ജയിക്കുമോ ഇല്ലയോ എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ അവരെ സ്വപ്നം ഇല്ലാതാവുമോ എന്ന് കാണിക്കുന്ന ഈ ആർക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞെങ്കിൽ ചളാക്കണമെന്ന് ആഗ്രഹമില്ല. കണ്ട് എക്സ്പീരിയൻസ് ചെയ്യും. എന്നാൽ നമുക്ക് അവർ ചളാക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്ന ചെറുക്കനെ, ആ ചെറുക്കൻ പറയുന്നതാണ്, അഥവാ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നം ഇവിടെ തീരുന്നു. വേറെ ആരുമല്ല, അത് ഹിത്തോഷി റിനിൻ്റെ ബ്രദറായിട്ടുള്ള ഹിത്തോഷി സായി ആണ്. അപ്പോൾ ഹിത്തോഷി സായി ഇത് പറയുന്ന കേട്ടിട്ട് റിന്നു പറയുന്നതാണ്, വേണ്ട, എനിക്കിത് കളിക്കാൻ ആഗ്രഹമില്ല, ഞാൻ ഈ മാച്ച് കളിക്കില്ല എന്ന്. പക്ഷേ സായി അവൻ്റെ അടുത്ത് കൂടി ബോൾ എടുത്ത് പാഞ്ഞു പോകുന്നതാണ് കാണിക്കുന്നത്. സായി പറയുന്നതാണ്, ഇതൊരു 1 ഷോട്ട് മാച്ച് ആയിരിക്കും, നിനക്ക് കഴിവുണ്ടെങ്കിൽ വന്ന് പിടിക്കടാന്ന്. ബോൾ തട്ടിപ്പറിക്കാൻ റിന്നു പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ റിനിൻ്റെ ബ്രദർ വളരെയധികം സ്കിൽഡ് ആയിരുന്നു. ഗോളി പോസ്റ്റിൻ്റെ അടുത്തെത്താനാകുമ്പോൾ റിന്ന് അലർന്നാണ്, ബ്രദർ പ്ലീസ്. അപ്പം ബ്രദർ പറയുന്നതാണ്, ഞാൻ 4 വർഷം ഇവിടെ ഇല്ലേനും, നീ 4 വർഷം എന്താണ് ആക്കിയത്. ഇത് കേട്ട റിന്ന് ഒച്ചത്തിൽ അലറുകയാണ് ചെയ്തത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കോച്ചായിട്ടുള്ള ഈഗോ ആണ്. ഈഗോ ഒരു കോൺഫിഡൻഷ്യൽ ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ്. ഈ റാങ്ക് അനുസരിച്ചിട്ട് അവരുടെ സ്കില്ലെല്ലാം വെച്ചിട്ട് ജപ്പാൻ ഫുട്ബോൾ യൂണിയന് ഒരു കോൾ വരുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ കോളിൽ ആൾ പറയുന്നതാണ്, ഇത് വളരെയധികം ക്രേസി ആയിട്ടുണ്ട്, ടിക്കറ്റ് എല്ലാം പെട്ടെന്നാണ് സോൾഡ് ഔട്ട് ആവുന്നത്. എല്ലാവരും ഹിത്തോഷി സായിനെല്ലാം കാണാൻ വെയിറ്റിംഗ് ആണ്. ഈ മാച്ച് വളരെയധികം ത്രില്ലിംഗ് ആയിരിക്കുന്നു. എത്ര വലിയ മാച്ചാണോ അത്രയും കൂടുതൽ പൈസ എന്ന് നമ്മുടെ ഈഗോനോട് പറയുന്നതാണ്, നിന്റെ 11 പേരുടെ ടീം ഈ ജപ്പാനിലെ അണ്ടർ-20 ടീമിനെ തോപ്പിക്കാൻ കഴിയുമോ ഈഗോ എന്ന് കേട്ട് ഈഗോ ചിരിച്ചുകൊണ്ട് പറയുന്നതാണ്, ഞാൻ മുന്നേ പറഞ്ഞതാ, ബ്ലൂ ലോക്ക് ഈ ജപ്പാനിലെ ഫുട്ബോളിനെ തന്നെ മാറ്റിമറിക്കുമെന്ന്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഈഗോ എല്ലാവരെയും ഒരു റൂമിലേക്ക് വിളിച്ച് അവരോട് പറയുന്നതാണ്, മുന്നേ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വെറും 35 പേര് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളിൽ നിന്ന് ഒരു കോമ്പറ്റീഷനാണ് എടുക്കുക. നിങ്ങളിൽ നമ്പർ 1 ആരാണെന്ന് കണ്ടുപിടിക്കാൻ 3 മാസത്തിന് ശേഷമായിരിക്കും ജപ്പാനിലെ അണ്ടർ-20 ടീമായിട്ടുള്ള നിങ്ങളുടെ മാച്ച്. നിങ്ങൾ അവരെ തോൽപ്പിച്ചാൽ അടുത്ത അണ്ടർ-20 ടീം ജപ്പാനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന നിങ്ങളായിരിക്കും. അഥവാ തോറ്റുപോയാൽ അവിടെ ബ്ലൂ ലോക്ക് തീരും. ഇസാക്കി ഇത് കേട്ട് ചിന്തിക്കുന്നതാണ്, ഞാൻ കുറച്ച് മാസം മുമ്പ് വരെ ഒന്നുമല്ലേനും, എന്നാൽ എനിക്ക് ബ്ലൂ ലോക്ക് പലതും നൽകി. ഞാനിപ്പോൾ ഉള്ള പ്ലെയർ എന്ന നിലയിൽ നിൽക്കുന്ന തന്നെ ഈ ബ്ലൂ ലോക്ക് കാരണം. എനിക്ക് എൻ്റെ സ്കിൽസും എൻ്റെ കഴിവും എല്ലാം മനസ്സിലായി. നമ്മൾ ഈ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ ജപ്പാനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പോകുന്ന നമ്മളായിരിക്കും. എന്നാൽ തോറ്റു കഴിഞ്ഞാൽ എൻ്റെ ഫുട്ബോൾ കരിയർ തന്നെ ഇല്ലാണ്ടാവും. എനിക്ക് എന്തായാലും ഇത് ജയിക്കണം. അതേസമയം അവിടുന്ന് പുറകിൽ നിന്ന് പറയുന്നതാണ് റൈച്ചി, അതൊക്കെ ശരി തന്നെ, പക്ഷെ നമ്മളെങ്ങനെ ഒരു ടീം ഉണ്ടാക്കും, നമ്മളെല്ലാവരും സ്ട്രൈക്കേഴ്സാണെന്ന്. അത് കേട്ട് യാഗമാർ പറയുന്നതാണ്, അത് ശരിയാ, നമ്മളിൽ ആരാ ഡിഫൻഡർ ആവുക, നമ്മളിൽ ആരാണ് ഗോളി കീപ്പർ ആവുക. എല്ലാവരും പരസ്പരം പറയുന്നതാണ്, നമ്മളെല്ലാവരും സ്ട്രൈക്കേഴ്സാണ്, നമ്മളെല്ലാം എങ്ങനെയാണ് അതെല്ലാം കളിക്കുക, ഇതെല്ലാം ശരിയാവുന്നത്. അപ്പോൾ ഈഗോ പറയുന്നതാണ്, നിങ്ങൾക്ക് എന്തായാലും അത് കളിച്ചേ പറ്റുമെന്ന്. പറയുന്നത്, അതെങ്ങനെ പറ്റാൻ, ആക്ച്വൽ ഡിഫൻഡറിൻ്റെ ഇടയിലെല്ലാം നമ്മൾ എങ്ങനെ കളിക്കാനാണ്. ഈഗോ എല്ലാവരോടും പിന്നീട് മിണ്ടാണ്ടിരിക്കാൻ പറയുന്നതാണ്. എന്നിട്ട് പറയുന്നതാണ്, ഞാനൊരു 6 പേര് വിളിക്കും, അവരായിരിക്കും ഈ ബ്ലൂ ലോക്കിലെ ടോപ്പ് മെമ്പേഴ്സ്, ബ്ലൂ ലോക്ക് ടീമിലെ കോർ മെമ്പേഴ്സ് ആയിരിക്കും ഇവർ. ഈഗോ എല്ലാവരോടും പറയുന്നതാണ്, ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നവർ മാത്രം മുമ്പോട്ടേക്ക് വരിക. എന്നിട്ട് ഫസ്റ്റ് തന്നെ പേര് വിളിക്കുന്നതാണ് ഹിത്തോഷി റിൻ. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു, കാരണം ഹിത്തോഷി ഒരു സ്കിൽഡ് പ്ലെയറാണ്. അതിനെല്ലാം ശേഷം രണ്ടാമത്തെ പ്ലെയറുടെ പേരാണ് അനൗൺസ്മെൻറ്റ് ചെയ്തത്, ഷിതോ റൂയ്സെ എപ്പോഴത്തെ പോലെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യാണ് റിന്നിനെയല്ലോ. 3rd പ്ലെയറാണ് കാർസു തബീത്തോ. 4ാമത്തെയാണ് ഓത്തോയ ഈത്ത. ഇങ്ങനെ 5ാമത്തെ ആളെയും പേരിങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇസാക്കിൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കുകയാണ് ചെയ്യുന്നത്. ഇസാക്കി മനസ്സിലായിരിക്കുന്നതാണ്, എങ്ങനെയെങ്കിലും എനിക്ക് 6 ഒരാളാകണം, ലാസ്റ്റിലെങ്കിലും എനിക്കാകണമെന്ന്. പക്ഷേ ഈഗോ ലാസ്റ്റ് പേരും അനൗൺസ്മെൻറ്റ് ചെയ്ത്, അതാണ് നമ്മുടെ നാഗി. നമ്പർ 5 പ്ലെയർ ആയിട്ടുള്ള യൂക്കിമിത്ത പിന്നീട് ചോദിക്കുന്നതാണ്, ഞാനും നമ്പർ 1 തമ്മിലുള്ള വ്യത്യാസം എന്താ, നമ്മൾ തമ്മിൽ ഇത്രയും ഡിഫറൻസ് എന്താന്ന്. ഈഗോ പറയുന്നതാണ്, കാരണം വേൾഡ് 5 ആയിട്ടുള്ള മാച്ച് നടന്നപ്പോൾ അവർ 2 പേരും മാത്രമേ ഗോൾ അടിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരെയും ഞാൻ അവരുടെ സ്കില്ല് വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്തതെന്ന്. അത് കേട്ട് യൂക്കിമിത്ത വളരെയധികം സാറ്റിസ്ഫൈ ആയി. പിന്നീട് ഈഗോ പറയുന്നതാണ്, ഞാൻ അടുത്ത ഒരു സെലക്ഷൻ പ്രോസസ്സാണ് പറഞ്ഞുതരാൻ പോകുന്നതെന്ന്. പിന്നീട് ഈഗോ പറയുന്നതാണ്, എല്ലാ ടോപ്പ് 6 പ്ലേയേഴ്സും അവരുടെ റാങ്കിങ് അനുസരിച്ച് പെയറായിട്ട് മാറുന്നു. ഈ 6 പേര് ഒഴിച്ച് ബാക്കി 23 പേരും
ഈ 3 ടീമിൽ ഏത് ടീമിലാണെങ്കിലും അവർക്ക് കയറാം. അതെന്ന് വെച്ചാൽ ഇപ്പോൾ 5 ടീമായിട്ടാണ് കളിക്കും. 5 ടീം കളിക്കുമ്പോൾ അതിൽ ഈ മെയിനായിട്ടുള്ള 2 പേര് കൂടാതെ നോർമൽ പ്ലേയേഴ്സ് 3 ആൾക്കും കളിക്കാം. ഇങ്ങനെ ടീമാക്കിയിട്ട് നമ്മുടെ 5 vs 5 എല്ലാം കളിക്കൂലേ, അങ്ങനത്തെ കളിയെല്ലാം കളിക്കാമെന്ന്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ആകെ ഒരു മാച്ച്, ഓൺലി 1 മാച്ച് മാത്രമേ അവിടെ നടത്തൂ. ഇതായിരിക്കും മൊത്തത്തിൽ ഡിസൈഡ് ചെയ്യുക. ടോപ്പ് 2 പ്ലേയേഴ്സിന് വെച്ച് വേറെ ആർക്കും ഒരു സെക്കൻഡ് ചാൻസും ഇല്ല. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തെളിയിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പിന്നീട് ഒരു ചാൻസും കിട്ടൂല. ഈഗോ പറയുന്നതാണ് പിന്നീട് നിങ്ങൾ കാണുന്നില്ല, അതിൻ്റെ ലാസ്റ്റ് ടീമിന് മാത്രം 2 പേരേ ഉള്ളൂ, 3 പേരില്ല. അതുകൊണ്ട് ഒരാൾ എന്തായാലും 2 ടീമിലായിട്ട് കളിക്കേണ്ടി വരും. അതായിരിക്കും 7th ടോപ്പ് പ്ലെയർ ബച്ചിറ. അത് കേട്ടപാടും ഇസാക്കി ബ്ലാങ്ക് ആയിപ്പോയി. ഇസാക്കി പറയുന്നതാണ് ഞാനിവർ 2 പേരെപ്പുറം കളിക്കുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഇവരെന്നെക്കാട്ടും വളരെ മുമ്പിലാണ്. പിന്നീട് ഈഗോ ആണ് പറയുന്നത് ടോപ്പ് 6 പ്ലേയേഴ്സ് നിങ്ങളൊരു സെപ്പറേറ്റ് ഹോളിലേക്കാണ് പോവുക, നിങ്ങൾ അവിടത്തേക്ക് പോകണം. പിന്നെ നിങ്ങളുടെ പ്ലേസും ഫിക്സ്ഡ് അല്ല. നിങ്ങളിപ്പോൾ ട്രയലിൽ മര്യാദ കളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പ്ലേസിൽ നിന്ന് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് ഈഗോ ബാക്കി 29 പേരോടും പറയുന്നതാണ് നിങ്ങൾക്ക് ഈ ട്രൈ ഔട്ട് പാസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ, മെയിനായി 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അതാണ് അസേർഷൻ ആൻഡ് കോൺസിസ്റ്റൻസ്. നിങ്ങൾക്ക് അവരെ മുമ്പിൽ നിങ്ങളുടെ വർത്ത് അസേർട്ട് ചെയ്യേണ്ടി വരും. 6 പേരുടെ മുമ്പിൽ, നിങ്ങൾ ആ 6 പേരുടെ മുമ്പിൽ നിങ്ങളുടെ കോൺസിസ്റ്റൻസ് അഥവാ നിങ്ങൾ ഇറീപ്ലേസബിൾ ആണ്, അഥവാ നിങ്ങളെ അവർക്ക് പുറത്താക്കാനേ പറ്റാത്ത അവസ്ഥയാക്കണം. നിങ്ങൾ അവരെ കൺട്രോളിലെടുക്കണം. നിങ്ങളെ റൂളായിരിക്കണം അവിടെ നടക്കേണ്ടത്. നിങ്ങളുടെ മുമ്പിലുള്ളത് നിങ്ങളുടെ കൂട്ടുകാരല്ല, നിങ്ങളുടെ മുമ്പിലുള്ളത് ഒരു തടസ്സമാണ്. അവരെ കടന്നു വേണം നിങ്ങൾക്ക് പോകാൻ, ഇല്ലെങ്കിൽ നിങ്ങൾ ഫെയിലാകും. ബാക്കി പറയുന്നതാണ് എനിക്ക് ടീമിൽ എന്തായാലും എത്തണം. ഈഗോ ആ ടൈമർ ഓണാക്കി വെച്ചിട്ട് എല്ലാ പിള്ളേരോടും പറയുന്നതാണ് നിങ്ങൾ പോയി ടീം കണ്ടെത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫ്യൂച്ചർ കണ്ടെത്ത്. എല്ലാവരും ക്യാപിറ്റലിൽ എന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ തമാശ രീതിയിൽ കളിക്കുക എല്ലാം ചെയ്യുന്നതാണ്. അന്നേരമാണ് അവിടത്തേക്ക് ഒരു ടോപ്പിക് ഇവരുടെ നിന്ന് പെടുന്നത്, ഓൾ ടീം സി. എന്നിട്ടും റീയൂണിയൻ ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. എത്രയധികം പ്ലേയേഴ്സാണ് പോയ, ലെമൺ, ഗോൾ കീപ്പർ, അങ്ങനെ എത്ര പേരാ പോയ എലിമിനേറ്റ് ആയിട്ട്. ഏറ്റവും മോശം തോന്നുന്ന കൂനിഗാമിനെ കുറിച്ച് ഓർത്തിട്ടാ, അവനും എലിമിനേറ്റ് ആയി എന്ന് ഓർത്തപ്പോൾ. ഓൻ എലിമിനേറ്റ് ആയിന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഓനെ എലിമിനേറ്റ് ആക്കിയത് ഷീതോ റൂയിസിയാണ്. ഷിഗിറോ പറയുന്നതാണ് ഇതാണ് ബ്ലൂ ലോക്ക്, നമ്മൾ മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എലിമിനേറ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ആളെ കുറിച്ച് ഓർത്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ലാന്ന്. എല്ലാവരും അത് പറഞ്ഞതിൽ അഗ്രി ചെയ്യുന്നതാണ്. പിന്നെ എന്ത് ചെയ്ത് എല്ലാവരും ചോദിക്കുന്നതാണ് ആരൊക്കെയാണ് ഏതൊക്കെ ടീമിലാണ് പോകുന്നതെന്ന്. പക്ഷേ ഇസാക്കിൻ്റെ അടുത്ത് മാത്രം അതിനുള്ള ഉത്തരവില്ലേനു, ഇസാക്കി ഏത് ടീമിൽ പോകണമെന്ന്. വാച്ചർ പറയുന്നതാണ് ഇസാക്കി നീ എയിലോ സിയിലോ ആയിട്ട് പോകുന്നതല്ലേ നല്ലതന്നെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നീ ടീം സിയിൽ പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം നിങ്ങളൊരു കെമിക്കൽ റിയാക്ഷൻ, അതിലൂടെ നിനക്ക് നല്ല ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ നിനക്കൊരു ഗ്യാമ്പിൾ കളിക്കണം എന്നോ അഥവാ നിന്റെ അൺനോൺ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വീഴ്ത്തണമെന്നാണെങ്കിൽ നിനക്ക് ഈ തോഷി റിങ്ങിൻ്റെ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോഴും നമ്മുടെ പിന്നീട് ഇസാക്കി അതിലേതെങ്കിലും ബെറ്റർ ഓപ്ഷൻ ചിന്തിക്കുന്നതാണ്. പിന്നെ നമ്മൾ കാണുന്ന ടീം 6ൻ്റെ VIP റൂമാണ്. അവിടെ നാഗിനെല്ലാം കാണും. നാഗി ഗെയിം കളിക്കുന്നതാണ്. അവൻ്റെ അടുത്തേക്ക് യൂക്കിമേത്ത വരുന്നുണ്ട് ആ ടൈം. അവർ രണ്ടുപേരും തമ്മിൽ അത്യാവശ്യം നല്ലൊരു ബോണ്ടിങ് ആണ്. അതേസമയം അവിടത്തേക്ക് ഷീത വരുന്ന, ഷീത വന്ന് കയറിയ വന്ന് തന്നെ നമ്മുടെ ഹിതോഷി റിങ്ങിനോട് പോയിട്ട് അടിയാണ്. ബാക്കി ആർക്കും ഒരു പ്രോബ്ലം ഇല്ല, അവരവരെ കളിയിൽ. ഹിതോഷി റിങ്ങും അവനും തമ്മിൽ അടി കഴിയുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈഗോ വന്നിട്ട് പറയുന്നതാണ് നിങ്ങളെ കുട്ടിക്കളി നിർത്ത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് അവയർനെസ് കൊണ്ടുപോവാ. നിങ്ങളാണ് ഈ ബ്ലൂ ലോക്കിൻ്റെ ഭാവി, അത് മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനത്തെ കളിയൊന്നും കളിക്കാൻ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരാന്നിട്ട് നിങ്ങൾ രണ്ടാളും അഥവാ നിങ്ങൾ ടീംസ് അഥവാ 2 പേരിലെ ടീംസ് തമ്മിൽ ഒരു അറ്റാക്കിംഗ് പാറ്റേൺ നിങ്ങൾ തമ്മിൽ കണ്ടുപിടുത്തോ. എന്നിട്ട് നിങ്ങളെ എതിർക്കുന്ന ഓരോരാളെയും തളർത്തുന്ന രീതിയിൽ ഉള്ള ഒരു കിടുക്കാച്ച അറ്റാക്കിംഗ് പാറ്റേൺ നിങ്ങൾ കണ്ടുപിടിക്കണം എന്നല്ല പറയുന്നതാണ്. നിങ്ങളെ പിന്നെ ആർക്കും തളർത്താൻ പറ്റരുതെന്നല്ലോ. നിങ്ങൾ ജാപ്പനീസ് ഫുട്ബോളിൻ്റെ ഭാവിയാണ്. നിങ്ങളെ തന്നെ ചാലഞ്ച് ചെയ്യും. എന്നിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ വളരെയധികം വളർത്തി പവർഫുള്ളാക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് ഇസാക്കിനാണ് കാണിക്കുന്നത്. ഇസാക്കി ഈഗോ പറഞ്ഞാലോ ഓർത്തിട്ട് ആകെ തലപുണ്ണാക്കിയിട്ടായിരിക്കുന്നത്. ഈഗോ ഏത് ടീമിൽ പോകണമെന്ന് തന്നെ ഇരുന്നില്ല ഇസാക്കിക്ക്. അപ്പോഴാണ് അവിടത്തേക്ക് ബാറു വരുന്നത്. ബാറു വന്നിട്ട് പറയുന്നതാണ് ഇസാക്കി നീ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ലേ, നീ ഒരു കഴുത തന്നെയാട്ടാന്ന്. എനിക്ക് അത്ഭുതമുണ്ട്, നീ എന്താ ടോപ്പ് 6ൽ പോകാണ്ടെന്നേന്ന്.
കാരണം ഞാൻ നിന്നെ ക്രഷ് ചെയ്തിട്ട് പോകണമെന്ന് വിചാരിച്ചാ. ഇങ്ങനെ ഒന്നും കഴുതനെ പോലെ എന്ത് ചെയ്യണം എന്ത് ചെയ്യുന്നില്ല എന്ന് തിരിയാണ്ട് കളിക്കല്ലേന്ന്. പിന്നെ നീക്കോ അവിടെ വന്നിട്ട് ഫേസ് വാഷെല്ലാം ചോദിച്ച് പിന്നെ അവർ തമ്മിൽ ചെറിയ ഡിസ്കഷൻ നടക്കുന്നതാണ് കാണിക്കുന്നത്. ഇസാക്കിനോട് നീക്കോ പിന്നെ പറയുന്നതാണ്, എനിക്കൊന്ന് ഈഗോ നമ്മളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ ടോപ്പ് പ്ലേയേഴ്സിനെയും നമ്മളെ തമ്മിലെന്ന്. കാരണം അവരെ എപ്പോഴും എത്താൻ വേണ്ടി എനിക്ക് എൻ്റെ തന്നെ സ്കില്ലുകൾ ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പക്ഷേ ഇതെല്ലാം നിന്നിൽ നിന്ന് എന്നോട് പഠിച്ച് ഇസാക്കി ആരുടെയും പുറകിൽ നിൽക്കാൻ ആഗ്രഹമില്ല, എനിക്ക് എല്ലാവരുടെയും ഫ്രണ്ടിൽ നിൽക്കാനാണ് ആഗ്രഹം. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ നിന്നിൽ നിന്നാണ് പഠിച്ച് ഇസാക്കിന്ന്. അപ്പോൾ ഇസാക്കിനെ കുറിച്ചും പിന്നെ അവൻ്റെ ഹീറോയിക് മൊമെൻറ്റ്സിനെ കുറിച്ച് ആലോചിക്കുന്നതാണ്. ഇസാക്കി ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ് നമ്മൾ പിന്നെ കാണിക്കുന്നത്. ഇസാക്കി ഇപ്പോഴും മെസ്സേജ് അയക്കുന്നതാണ്, ഞാൻ ഏത് ടീമിൽ പോകും, ഹിതോഷി റിനിൻ്റെ ടീം പോയാൽ എനിക്ക് എന്നെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, എൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ അവിടുന്ന് പുറത്തേക്ക് വന്നില്ലെങ്കിലോ എന്നാലും ചിന്തിച്ചിരിക്കുമ്പോൾ അവിടത്തേക്ക് റിയോ വന്നിട്ട് പറയുന്നതാണ്, എനിക്കും അങ്ങനെ തന്നെയാണ്, ഇത് പെട്ടെന്ന് ഈസി ഒന്നുമല്ല ഡിസൈഡ് ചെയ്യേ. അപ്പോൾ ഇസാക്കി പറയുന്നതാണ്, നിനക്കും ഈസിയല്ലേ, നീ നായിൻ്റെ ഒപ്പം അല്ലേ കളിക്കുന്നതെന്ന്. റിയോ പറയുന്നതാണ്, എൻ്റെ മനസ്സും അങ്ങനെ തന്നെ പറയുന്നത്, പക്ഷേ എനിക്ക് അത്ര ഷുവറല്ല. സെക്കൻഡ് സെലക്ഷൻ്റെ ടൈമിന് എനിക്ക് പകരം നാഗി നിന്നെയാണ് ചൂസ് ചെയ്തത്. നാഗി ഇപ്പം ബ്ലൂ ലോക്കിലെ ഏറ്റവും ടോപ്പ് പ്ലെയറാണ്, പക്ഷേ ഞാനിപ്പോഴും അതേ സ്ഥലത്ത് തന്നെ. നാഗിയായിട്ട് എനിക്കിപ്പോഴും ഒരു കമ്പാരിസൺ ഇല്ല. ഞാൻ നാഗിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തത് തുടക്കത്തിൽ. എനിക്കൊന്ന് ഞാൻ അവൻ്റെ ഒപ്പം കളിക്കാൻ യോഗ്യനല്ല എന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ നാഗിൻ്റെ ഒപ്പം കളിച്ചില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഒരിക്കലും കളിക്കാൻ പറ്റിയില്ല എന്ന് വരും, ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിവായിന്നും വരാം. ഇത് കേട്ട അവിടെ ഇസാക്കിക്ക് എന്തോ റിയലൈസ് ആയി. അപ്പോൾ ഇസാക്കി പറയുന്നത് ശരിയാണ്, ചിലപ്പം നമ്മൾ അവൻ്റെ ഒപ്പം പിന്നീട് ഒരിക്കലും കളിക്കാൻ പറ്റിയെന്ന് വരില്ല, അവൻ വേറൊരു പാത്തിലേക്ക് എന്നെ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട് പോകാൻ. പിന്നെ ഇസാക്കി പറയുന്നത്, ഞാൻ തിരഞ്ഞെടുത്തു ഞാൻ ആരൊപ്പം കളിക്കണമെന്ന്. ഹിതോഷി റിനിൻ്റെ ടീമിൽ പോകാനുള്ള എൻ്റെ തീരുമാനം തെറ്റല്ലാന്ന് ഞാൻ തെളിയിച്ചിരിക്കും. പിന്നീട് അടുത്ത ദിവസം എല്ലാവരെയും ടീം സെലക്ഷൻ ചെയ്താണ് കാണിക്കുന്നത്. എന്നിട്ട് എല്ലാവരെയും ഹോളിലേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് നോക്കിയപ്പോൾ അവൻ്റെ ടീമിൽ ബാച്ചിറ ഉണ്ടായിരുന്നു. ടീം ബിയിലും അവൻ്റെ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. റൈച്ചി, നീക്കോ, ചിക്കിരി എന്നിവരെല്ലാം ആ ബിയിലുണ്ടായിരുന്നു ടീമിൽ. ടീം സി നാഗിൻ്റെ ടീമിൽ റിയോ ഉണ്ടായിരുന്നു. പിന്നെ ഇസാക്കി നീഗോ ഓർത്തിട്ട് പറയുന്നതാണ്, ഞാൻ എന്തായാലും എൻ്റെ പ്രസൻസ് അവരെ അറിയിച്ചിരിക്കും. തുടക്കം ഈ മാച്ചിൽ നിന്ന് പിന്നെ അണ്ടർ 20 ജപ്പാൻ മാച്ച്. ഞാൻ ഇനി അങ്ങോട്ടേക്ക് തകർക്കാൻ പോകുന്നതാണെന്ന് ജപ്പാൻ ഫുട്ബോൾ യൂണിയൻ്റെ അഡ്വൈസറിനെയാണ് അവിടെ കാണിക്കുന്നത് ഓഫീസിൽ. ജപ്പാൻ അണ്ടർ 20 മാനേജറിൻ്റെ ഒപ്പം ഇങ്ങനെ സംസാരിക്കുന്നതാണ്. എന്നിട്ട് പറയുന്നതാണ്, ഈ ബ്ലൂ ലോക്ക് ഒന്നും നടക്കാമോ ഇല്ല, ഇതെല്ലാം വെറും പൊട്ടത്തരാന്ന് ഞാൻ എന്തായാലും തെളിയിക്കും. ഇവരെല്ലാം ഈ ബ്ലൂ ലോക്ക് ടീമിനെ മൊത്തത്തിൽ ചവിട്ടി അരച്ച് ഇല്ലാണ്ടാക്കും. നിങ്ങളും ഇതേപോലെ തന്നെ ഈ ബ്ലൂ ലോക്ക് ടീമിനെ നശിപ്പിക്കണമെന്ന്. എന്നിട്ട് അഡ്വൈസർ വേറെ ആളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നതാണ്, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു ക്യാപ്റ്റൻ, നിങ്ങൾ അവരെ നശിപ്പിച്ച് കളയണം. അപ്പോൾ അയാളും പറയുന്നത്, തീർച്ചയായും ബ്ലൂ ലോക്ക് നിൻ്റെ നാശം അടുത്തു. പിന്നീട് നമ്മുടെ ഇസാക്കിനെയാണ് കാണിക്കുന്നത്. ഇസാക്കി ഫുൾ പവറിലാണുള്ളത്. ഇസാക്കി പറയുന്നതാണ്, എനിക്ക് എന്തായാലും ജയിച്ചേ പറ്റൂ, എനിക്ക് വേൾഡ് ബെസ്റ്റ് സ്ട്രൈക്കർ ആകണം എന്ന് പറയുന്നത് ഫുൾ പവറിലാണ് ചെക്കൻ നിൽക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങളെ റിവ്യൂ നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടാണ്. പിന്നെ ഇതിൻ്റെ എന്തായാലും വലിയ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്, കുറേ എപ്പിസോഡുകൾ ചേർത്തിട്ട്. അങ്ങനെ ഇടാൻ കാരണം ഞാൻ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ആനിമ ആയതുകൊണ്ട് ഞാൻ പുറകിലേപ്പോയി. അന്നേരം മൊത്തത്തിൽ വലിയൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റയടി കുറേ എത്തുമല്ലോ. പിന്നെ ഓരോ ആഴ്ച ഇടാം. ദെൻ ഓക്കെ.